രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പപ്പു തന്റെ പ്രിയപ്പെട്ട പട്ടായയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. എപ്പോഴൊക്കെ രാജ്യത്തിന് പ്രതിസന്ധി വരുമോ അപ്പോഴൊക്കെ പപ്പു രാജ്യത്ത് നിന്ന് കടന്നു കളയും. ഇപ്രാവശ്യം ടൂർ അടിച്ചിരിക്കുന്നത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായ തായ്ലൻഡിലേക്ക് തന്നെയാണ്. അതും ട്രംപിന്റെ താരിഫിനെ തുടർന്ന് രാജ്യത്ത് വലിയ പ്രതിസന്ധി ഉടലെടുക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ പതിവ് പോലെ എല്ലായിടത്തുമുള്ള മോദി നാടകവും കരച്ചിൽ നാടകവും കലാപരിപാടികൾ കാണലും ക്ഷേത്രങ്ങൾ സന്ദർശിക്കലും മാത്രമാണ് ഈ പട്ടായ യാത്രയിലും പപ്പുവിന്റെ കലാപരിപാടികൾ. എത്രയായിട്ടും ഇതേപോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിന് ഒരു ഉളുപ്പും തോന്നുന്നില്ലാത്തത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത്തരം നാടകം കളികൾ ജനങ്ങൾക്ക് മടുക്കുമെന്ന ഇയാൾക്ക് യാതൊരു തോന്നലുമില്ലാത്തത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ഇത്ര നിർലജ്ജ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പെരുമാറാൻ കഴിയുക? ഇവിടെ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഏപ്രിൽ 4-ാം തീയതിയിലെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് കണ്ടോ? ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധിയിലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ വലിയ ഒരു നൂലാമാലയിൽ ആക്കിയിരിക്കുകയാണ് ട്രംപിന്റെ താരിഫുകൾ എന്ന്. അതായത് ഇന്ത്യയുടെ എക്കോണമി ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് ലോകം മൊത്തം അറിയാം. അത് അറിയാത്തത് ഇന്ത്യയിലെ മന്ദഭക്തർക്ക് മാത്രമാണ്. അവരെ ഒന്നും അറിയിക്കാതെ എല്ലാം മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ് മോദിയും കൂട്ടരും ചെയ്യുന്നത്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലിരിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ട്രംപിന്റെ പുതിയ താരിഫുകൾ വരിഞ്ഞു മുറുക്കി നശിപ്പിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുമ്പോൾ മോദി തായ്ലൻഡിൽ ചുറ്റിക്കറങ്ങി ആഹ്ലാദിക്കുകയാണ്. ലോകത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരേ ഒരു രാജ്യത്തലവൻ മോദി മാത്രമാണ്. പ്രധാനമന്ത്രി മോദി പങ്കുവച്ച ഈ വീഡിയോ പതിവ് പോലെ എല്ലാ ചേരുവകകളും ചേർന്നതാണ്. അത് ഒന്നുകൂടി കണ്ടുകൊള്ളൂ. ഇവിടെ പതിവ് പോലെ കരച്ചിൽ നാടകം നടത്താൻ വേണ്ടി കൊണ്ടുവന്ന നാടക നടിയാണ് ആഞ്ഞ് പരിശ്രമിക്കുന്നത്. എന്തൊരു നാണം കെട്ട കാര്യമാണ് എന്ന് ഓർക്കണം. കാണുമ്പോൾ അറപ്പ് തോന്നുന്നു. ഇങ്ങനെ ഒരു ഔചിത്യവുമില്ലാത്ത ഇത്തരം വൃത്തികെട്ട നാടകം വീണ്ടും വീണ്ടും വിദേശത്ത് ചെന്ന് കളിക്കാൻ എങ്ങനെയാണ് തോന്നുക? ഈ അമ്മായിക്ക് ശരിക്കും വെകളി പിടിച്ചിരിക്കുകയാണ്. എന്താണ് മോദി ഇവരുടെ തലയിൽ തട്ടിക്കൊണ്ട് കാണിക്കുന്ന ഈ പരിപാടി? ഒരു പിടിയും കിട്ടുന്നില്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത് വളരെ കഷ്ടം തന്നെ എന്ന് പറയാതെ വയ്യ. എനിക്കറിയാം ഇത് കാണുമ്പോൾ ഭക്തന്മാർക്ക് കോൾമയിൽ കൊള്ളുമെന്ന്. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറപ്പും വെറുപ്പും ഉളവാകുമെന്ന് ഒരു തോന്നലും തോന്നുന്നില്ലേ? എത്ര കാലമാണ് ഇത്തരം നാണം കെട്ട നാടകം കളി തുടരുക? മോദി ഇവിടെ തായ്ലൻഡിൽ പോയ സമയത്ത് ലോകത്തെ മറ്റ് രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും എല്ലാം ട്രംപിന്റെ താരിഫിനെ കുറിച്ചുള്ള വലിയ ചർച്ചകളിലാണ് ഒഴുകിയത്. ആ സമയം മോദിക്ക് തായ്ലൻഡിലും പട്ടായയിലും കറങ്ങി നടന്ന് റീലുണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് ഭക്തന്മാരെ സന്തോഷിപ്പിക്കാനാണ് തോന്നിയത്. 3-ാം പ്രാവശ്യവും പ്രധാനമന്ത്രി ആയതിനു ശേഷം മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും വിദേശയാത്രകൾ നടത്തുകയാണ് മോദി ചെയ്യുന്നത്. ബാക്കി ഇന്ത്യയിലുള്ള സമയത്ത് മൃഗശാല സന്ദർശിക്കുകയും കൂട്ടിൽ കിടക്കുന്ന സിംഹത്തിന്റെ കൂടിന്റെ പുറത്തു നിന്ന് വീഡിയോ എടുക്കുകയും ഫേക്ക് ബാബാമാരുടെ കൂട്ടത്തിൽ അവരെ തന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് ഫോട്ടോഷൂട്ട് നടത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ രാജ്യത്തിന്റെ ഒരു കാര്യത്തിലും മോദി ഈ 3-ാം ടൈമിൽ ഇടപെട്ടിട്ടേ ഇല്ല. ഇടപെട്ടാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആകെ അറിയാവുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ റീൽ നിർമ്മിച്ച് പ്രചരിപ്പിക്കുക മാത്രമാണ്. ഇവിടെ മോദി പറഞ്ഞിരിക്കുന്നത് തായ് രാമായണം കണ്ട് നിർവൃതി കൊണ്ടു എന്നാണ്. ഇങ്ങനെയുള്ള കലാപരിപാടികൾ കാണലാണ് വിദേശങ്ങളിൽ ചെന്ന് മോദിയുടെ ഏക പരിപാടി. ഇതുകൊണ്ട് രാജ്യത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? നിങ്ങൾ തായ്ലൻഡിൽ പോയി തായ് രാമായണം കണ്ടാൽ ഇന്ത്യക്ക് എന്താണ് ഗുണം? ഇങ്ങനെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സന്ദർശിച്ച് നിങ്ങൾ നിർവൃതി അടയുമ്പോൾ രാജ്യം വലിയ പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ മോദി പങ്കുവച്ച ഈ ചിത്രം ഒന്ന് സൂം ചെയ്യുമ്പോൾ കാണുന്നത് വളരെ രസകരമാണ്. ഇതാണ് അതിന്റെ സൂം ചെയ്ത വേർഷൻ. കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ തന്നെ എന്ന് വ്യക്തമായി കണ്ടല്ലോ അല്ലേ? സുന്ദരിയായ തായ്ലൻഡിന്റെ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ക്യാമറയിലേക്ക് നോക്കാൻ മോദി മറന്നുപോയിരിക്കുന്നു. എന്തൊരു നാണക്കേടാണെന്ന് ഓർക്കണം. ഇനിയുള്ള നാളുകളിലും ഇതുതന്നെ ആയിരിക്കും മോദിയുടെ പ്രധാന കലാപരിപാടികൾ. കഴിയുന്നതും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക, അവിടെയെല്ലാം കരച്ചിൽ നാടകം നടത്താൻ വേണ്ടി നടികളെ കൊണ്ടുപോവുക, എന്നിട്ട് അതിന്റെ റീൽ എടുത്ത്
സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. അല്ലാതെ രാജ്യത്തിന്റെ ഒരു കാര്യത്തിലും മോദി ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ട്രംപിന്റെ താരിഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മോദി ബാങ്കോക്കിൽ ചുറ്റിയടിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അതും ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട തായ്ലൻഡിൽ. എന്നാണ് ഈ നാണംകെട്ട കളികൾ നിർത്തി രാജ്യത്തിന്റെ കാര്യത്തിൽ അല്പമെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മോദി തയ്യാറാവുന്നത്? ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് വസ്തുതയാണ്.